ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ്. ഇന്ന് നമ്മൾ പുതിയ പാഠമായി എടുത്തിട്ടുള്ളതാണ് സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ 23, 24. അള്ളാഹുവിൻ്റെ ഉത്തമ നാമങ്ങൾ വിശദീകരിക്കുന്ന രണ്ട് വചനങ്ങളാണ്. അതിൽ ആദ്യം പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഈ വചനത്തിൽ പാരായണപരമായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. അവിടെ ദീർഘം നൽകണം. ലാ ഇലാഹ മദ് മുൻഫസിൽ ജായിസ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അൽ മുതകബ്ബിറു എന്നിടത്ത് വഖഫ് ചെയ്യുമ്പോൾ അൽ മുതകബ്ബിർ എന്ന് തർക്കീക്ക് ചെയ്തുകൊണ്ട് വഖഫ് ചെയ്യണം. റായിന് സുക്കൂൻ വരുന്നു, തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റും വരുന്നു എന്നതുകൊണ്ട്. സുബ്ഹാനല്ലാഹി, ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. അമ്മ, ശ്രദ്ധ നൽകപ്പെട്ട മീമിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഈ വചനത്തിൽ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫുകളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഹുവല്ലാഹു, അല്ലാഹു എന്ന ലഫ്ളുൽ ജലാല, മഹത്വത്തിൻ്റെ വചനം, നാമം, മഹത്വത്തിൻ്റെ നാമം, അതിലുള്ള ലാമിനെ തഫ്ഖീം ചെയ്യണം. ഹുവല്ലാഹു പെരുപ്പിച്ച് പറയാം. അതുപോലെ അൽ ഖുദ്ദൂസ് ഇതിലെ ഖാഫ്, അൽ ജബ്ബാറു ഇതിലെ റാ, അൽ മുതകബ്ബിറു സുബ്ഹാനല്ലാഹ് എന്ന് ചേർത്ത് ഓതുകയാണെങ്കിൽ ആ റാഉം. സുബ്ഹാനല്ലാഹി, അല്ലാഹു എന്നത് വീണ്ടും വന്നു, അതിലെ ലാമ്. ഈ ഹർഫുകൾക്ക് മാത്രമേ തഫ്ഖീം നൽകാവൂ, പെരുപ്പിച്ചുച്ചരിക്കാവൂ. ഇതല്ലാത്ത ഈ വചനത്തിലെ മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം നൽകാതെ നേർപ്പിച്ച് ഉച്ചരിക്കണം. അടുത്ത വചനത്തിൽ വീണ്ടും തഫ്ഖീമിൻ്റേതാണ്. ഹുവല്ലാഹു, അല്ലാഹു. അൽ ഖാലിഖ്, ഖാവും അതിൻ്റെ അലിഫും ദീർഘാക്ഷരമായ അലിഫ്. അൽ ഖാലിഖ്. അൽ ബാരി തഫ്ഖീം വരാൻ പാടില്ല. അൽ മുസവ്വിർ, സ്വാദിന് തഫ്ഖീം. അവിടെ വഖഫ് ചെയ്യണമെങ്കിൽ മുസവ്വിർ, നേരത്തെ മുതകബ്ബിർ പറഞ്ഞതുപോലെ റായിന് തർക്കീഖ് നൽകി നേർപ്പിച്ച് ഉച്ചരിക്കണം. വഖഫ് ചെയ്യുന്നില്ലെങ്കിൽ അൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന, അസ്മാഇന് എന്ത് വേണം? മുത്തസിലായ മദ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്. അർദ്, റാ, ദ്വാദ് ഇത് രണ്ടും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ഇതല്ലാത്ത തഫ്ഖീം ചെയ്യേണ്ട ഹർഫുകൾ വേറെ ഒന്നുമില്ല. എല്ലാ അക്ഷരങ്ങൾക്കും നേർപ്പിച്ച് തർക്കീഖ് നൽകി ഉച്ചരിക്കേണ്ടതാണ്. ഒന്നുകൂടി ഓതാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى
يسبح له ما في السماوات والأرض وهو العزيز الحكيم.